പ്രിയ പ്രേക്ഷകരെ, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിൽ പഠിച്ച് അതിനുശേഷം ഉദ്യോഗം വാങ്ങി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോവുകയും ഇന്ന് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിൽ നടന്ന ഒരു ഫംഗ്ഷൻ വെച്ച് വീണ്ടും ഒത്തുകൂടാനും കഴിഞ്ഞ 3 സുഹൃത്തുക്കൾ ഒരേ കാലഘട്ടത്തിൽ സെൻറ് ജോൺസ് കോളേജിൽ പഠിച്ചു. ഒന്ന് ഞാൻ, എൻ്റെ സുഹൃത്ത് ശ്രീ സ്വരാബ്ജി ഇന്ത്യൻ പാർലമെൻറ്റിലെ രാജ്യസഭാ സെക്രട്ടേറിയറ്റിലെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. പിന്നെ ശ്രീ ഉണ്ണികൃഷ്ണപിള്ള, ഇദ്ദേഹം എൻ്റെ 2 വർഷം ജൂനിയറായിട്ട് അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. ആയൂര് ഇപ്പോൾ താമസിക്കുന്നു, സ്കൂൾ ടീച്ചറായിരുന്നു. ഇദ്ദേഹത്തിന് വേറെ ഒരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹത്തെ അഞ്ചലിൻ്റെ ചരിത്രകാരൻ എന്നാണ് നമ്മൾ എല്ലാവരും അറിയപ്പെടുന്നത്. കാരണം അഞ്ചലിലെ എല്ലാ പേഴ്സണാലിറ്റിയെക്കുറിച്ചും അഞ്ചലിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അഞ്ചലിൽ ജീവിച്ചിരുന്ന മനുഷ്യരെക്കുറിച്ചും ഒക്കെ വളരെ വാചാലനായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുകയും അതുകൊണ്ട് നമ്മുടെ ഇടയിൽ വളരെ പ്രസിദ്ധനായി തീരുകയും ചെയ്ത ആളാണ് ശ്രീ ഉണ്ണിസാർ. ഇന്ന് ഈ തരുണത്തിൽ ഞങ്ങളുടെ ഈ മീറ്റിങ്ങിൽ പ്രധാനമായിട്ടും ഞങ്ങളുടെ പഴയ കാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. നിങ്ങളും ഞങ്ങളോടൊപ്പം കൂടും എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയാൻ പറ്റത്തില്ല, ഇതൊരു ഡിസ്കഷനാണ്. ഈ ഡിസ്കഷനിൽ എനിക്ക് ആദ്യം ഓർക്കാൻ കഴിയുന്നത് ഈ അഞ്ചൽ എന്ന് പറയുന്ന പേര്, അഞ്ചൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അതിന് പല ഐതിഹ്യങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയുന്നത് ഉണ്ണി ആയതുകൊണ്ട് ഉണ്ണിയോടാണ് എനിക്ക് ആദ്യം അതിനെക്കുറിച്ച് ചോദിക്കാനുള്ളത്. ഉണ്ണി, എന്താണ് അഞ്ചൽ എന്ന് പറയുന്ന ആ പദത്തിൻ്റെ അർത്ഥം, അഥവാ ആ കഥ എന്താണ്? നന്ദി സുരേഷ് സാർ. അഞ്ചൽ എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു രേഖയുടെ ബലത്തിൽ പറയാൻ നമുക്ക് കഴിയുകയില്ല. അഞ്ചായ തർക്കത്തിന് ലക്ഷ്യമായ ഒരു അഞ്ചൽ പ്രദേശം, സുഖവാസദേശം എന്ന് 2 വരി കവിതയിലൂടെ അഞ്ചൽ ആർ വേലുപ്പിള്ള അവർകൾ 5 തർക്കത്തിന് ഇടയാക്കിയ അതിൽ നിന്നാണ് അഞ്ചൽ എന്ന പേര് വന്നത് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഈ 5 തർക്കം എന്ന് പറയുന്നത്, ഒന്ന് അഗസ്ത്യക്കോട് മുനി ആണോ പെണ്ണോ, വടമൺ കാഞ്ഞരം കയ്ക്കുമോ മധുരിക്കുമോ, വയലിൽ തേവർ വയലിലോ കരയ്ക്കോ, കുറുമക്കാട്ട് പിള്ള ഇല്ലമോ സ്വരൂപമോ, അഞ്ചൽ കുളം കുളമോ ചിറയോ. ഈ 5 തർക്കത്തിൽ നിന്നാണ് അഞ്ചൽ എന്ന വാക്ക് ഉണ്ടായതെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. മറ്റൊരു വിഭാഗം പറയുന്നത് അഞ്ചൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് വനപ്രദേശമായിരുന്നുവെന്നും അഞ്ചൽ അല്ലെങ്കിൽ ഭയം കൂടാതെ അഞ്ചലിലൂടെ നടക്കാൻ കഴിയാതിരുന്നതുകൊണ്ട് അതിൽ നിന്ന് അഞ്ചൽ എന്ന വാക്കുണ്ടായതെന്നും ഒരു വിഭാഗം പറയുന്നു. മറ്റൊരു വിഭാഗം പറയുന്നത് അഞ്ചൽ ഓഫീസിൻ്റെ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൻ്റെ നാട് എന്നതിൽ നിന്നാണ് അഞ്ചൽ എന്ന വാക്കുണ്ടായതെന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, വലിയ 5 ആലുകൾ അഞ്ചൽ ആറോ ജംഗ്ഷന് ചുറ്റുവട്ടത്തായിട്ടുണ്ടായിരുന്നുവെന്നും അതിൽ നിന്നാണ് അഞ്ചാൽ എന്ന് പറഞ്ഞിട്ട് അഞ്ചൽ എന്ന പേരുണ്ടായതെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഏറ്റവും ആധികാരികമായിട്ടും നമുക്ക് വിശ്വസിക്കാവുന്നതും യുക്തിക്ക് നിരക്കുന്നതുമായ ഒന്നുള്ളത്, അഞ്ചലിന് ചുറ്റുവട്ടത്തായിട്ട് 5 ഏലാകൾ ഉണ്ട്. ഏലാകൾ എന്ന് പറയുമ്പോൾ പാടശേഖരം. ഈ 5 ഏലാകളിൽ നിന്നാണ് അഞ്ചേല എന്ന് പറഞ്ഞ് അഞ്ചൽ എന്ന പേരുണ്ടായതെന്നാണ് ഏറ്റവും പ്രചാരത്തിലുള്ള മറ്റൊരു വിശ്വാസം. അപ്പോൾ ഏത് പേരിൽ നിന്നാണ്, എങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് അഞ്ചൽ എന്ന പേര് ഉണ്ടായതെന്ന് നമുക്ക് പറയുക പ്രയാസമാണ്. നമുക്ക് അഞ്ചലിനെ കുറിച്ച് വളരെ കൃത്യമായ ഒരു രൂപരേഖ തരാൻ ശ്രീമാൻ ഉണ്ണിക്ക് കഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഉണ്ണി അഞ്ചലിൻ്റെ സാഹിത്യകാരനാണ്, അഞ്ചലിൻ്റെ കഥാകാരനാണ് ഉണ്ണി എന്ന് പറഞ്ഞ് എൻ്റെ കാരണം ഇദ്ദേഹം ഇക്കാര്യത്തിലൊക്കെ വളരെ കൃത്യമായ റിസർച്ച് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് തെളിയിച്ചത്. ഇനി എനിക്ക് ഉണ്ണിയോട് ചോദിക്കാൻ മറ്റൊരു കാര്യമുണ്ട്. ഈ അഞ്ചൽ എന്ന് പറയുന്ന ഇത് ഒരു മലയോര ഗ്രാമമാണ്. ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത്, പണ്ട് ഞാൻ കേട്ടിട്ടുള്ളത്, അഞ്ചൽ കോളേജിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പാളായിരുന്ന ഫിലിപ്പ് സി പെന്തോളി അച്ഛൻ
ഒരിക്കൽ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരന്ന് ആദ്യമായിട്ട് അഞ്ചൽ വരുമ്പോൾ ആയൂരിറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു മലയോര വഴി നടന്നിട്ടാണ് അഞ്ചൽ എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് അഞ്ചൽ ഒരു വലിയ പട്ടണമായി വളർന്നിരിക്കുന്നു. അപ്പോൾ ഈ അഞ്ചലിനെ അഞ്ചലാക്കി തീർത്ത കുറേ ആൾക്കാർ ഈ നാട്ടിൽ കാണുമല്ലോ. അതിൽ പ്രസിദ്ധരായ ഒരു 4-5 പേരെ ഉണ്ണിക്ക് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? അഞ്ചലിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് എനിക്ക് ആദ്യമായി പറയാനുള്ളത് അഞ്ചൽ ആർ വേലുപ്പിള്ള എന്ന അവധൂതൻ അല്ലെങ്കിൽ കവിയെക്കുറിച്ചാണ്. അഞ്ചലിനടുത്ത് നെട്ടയം ആയിരുന്നു അദ്ദേഹമാണ് അഞ്ചലിൻ്റെ പേര് 5 തർക്കത്തിന് അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 5 തർക്കത്തിന് ലക്ഷ്യമായ ഒരു അഞ്ചൽ പ്രദേശം, സുഖവാസദേശം എന്ന 2 വരി കവിതയിലൂടെ അഞ്ചലിനെ പ്രശസ്തമാക്കിയതെന്നാണ് വിശ്വാസം. അനേകം കവിതാ സമാഹാരങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. പുനലൂരിലെ ഉദയ പ്രിൻറ്റേഴ്സാണ് ഈ കവിതാ സമാഹാരങ്ങളെല്ലാം അച്ചടിച്ചിട്ടുള്ളത്. 1.5 രൂപ വിലയുള്ള ഈ പുസ്തകങ്ങൾ 1950കളിൽ ആ പുസ്തകങ്ങളെക്കുറിച്ചുള്ള പരസ്യങ്ങൾ പഴയ മലയാള പ്രസിദ്ധീകരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഞാൻ പല വായനശാലകളിലും കയറി ഇറങ്ങി ഈ പുസ്തകത്തിൻ്റെ ഒരു കോപ്പിയെങ്കിലും കിട്ടാൻ കഴിയുമോ എന്ന് അന്വേഷിച്ചിട്ട് എനിക്ക് ഒരു കവിത പോലും കിട്ടാതിരിക്കുമ്പോഴാണ് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടതനുസരിച്ച് തൃശ്ശൂരിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ പോസ്റ്റ് കാണുകയും അദ്ദേഹം എനിക്ക് അഞ്ചലാർ വേലുപ്പിള്ള അവർ എഴുതിയ കവനോദ്യാനം എന്ന ഒരു കവിതാ സമാഹാരത്തിൻ്റെ ഒരു കോപ്പി എടുത്ത് അയച്ചു തരികയും ചെയ്തു. എന്നാൽ അഞ്ചലിൻ്റെ പല പ്രദേശങ്ങളിലും താമസിക്കുന്ന പലരുടെ കയ്യിലും ഇദ്ദേഹത്തിൻ്റെ പല കവിതകളും ഉണ്ട്. പക്ഷേ അതെല്ലാം 1-2 കവിതകൾ വീതമാണ്. പക്ഷെ അവരാരും അത് നമുക്ക് തരുവാനോ അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി എടുക്കാനോ നമുക്ക് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് സഹായിക്കുന്നില്ല. അപ്പോൾ ഈ അടുത്ത കാലത്ത് അഞ്ചലാർ വേലുപ്പിള്ള അവരെക്കുറിച്ച് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ എന്നെ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിച്ചിരുന്ന അഞ്ചൽ പനയഞ്ചേരിയിലുള്ള തഴമയിലുള്ള ഒരു വിക്രമൻ സാറുണ്ട്. അദ്ദേഹം ഇപ്പോൾ വടകരയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം വേലുപ്പിള്ള അവർ എഴുതിയ നിരവധി വരികൾ എനിക്ക് അയച്ചു തരികയുണ്ടായി. അതിപ്പോഴും ഞാൻ ഭദ്രമായി സൂക്ഷിക്കുന്നുണ്ട്. അത് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ഇടുകയും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ വ്യക്തമായ യാതൊരു രേഖകളും ആധികാരികമായിട്ട് പറയുവാൻ എനിക്ക് കഴിയുകയില്ല. എന്നാൽ എവിടെയോ വായിച്ച ഒരു ഓർമ്മയുണ്ട്. മഹാകവി ഉള്ളൂർ വേലുപ്പിള്ള അവരെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് വിളിപ്പിക്കുകയും ഓണസദ്യ വിളമ്പി നൽകുകയും എന്തോ പാരിതോഷികം നൽകിയതായിട്ടും ചില ആളുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. വേലുപ്പിള്ള സാറിനെ കുറിച്ച്, അവരെ കുറിച്ച് എനിക്ക് അറിയാവുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഇനി സുരേഷ് സാറിന് മറ്റൊരു വ്യക്തി ഉള്ളത് അഞ്ചലുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട പ്രമുഖനായ വ്യക്തി എന്ന് പറയുന്നത് HP വാറൻ അല്ലെങ്കിൽ ഹരിഹരൻ പരമേശ്വര അയ്യരാണ്. എൻ്റെ നാട്ടുകാരനാണ്. പനയഞ്ചേരി അഞ്ചലിലുള്ള പനയഞ്ചേരി എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഹരിഹരൻ പരമേശ്വരൻ എന്നായിരുന്നുവെങ്കിലും പിന്നീട് ഇത് HP വാറൻ എന്നാക്കി മാറ്റുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയുവാൻ സുരേഷ് സാറിനോട് അഭ്യർത്ഥിക്കുന്നു. ഉണ്ണി, ഈ HP വാറിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ വളരെ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. നമ്മൾ വളരെ മുൻകൂട്ടി തീരുമാനിക്കാതെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ ചില അനുഭവങ്ങൾ ഞാൻ പറയാം. ഈ നമ്മുടെ അഞ്ചൽ സെൻറ് ജോൺസ് കോളേജും അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലും നിൽക്കുന്ന സ്ഥലത്തിന് പൊതുവെ നമ്മൾ പട്ടരുവിള എന്നാണ് വിളിക്കുന്നത്. ഈ പട്ടരുവിള എന്ന പേര് വരാൻ കാരണം ഈ HP വാറൻ എന്ന് പറയുന്ന ഈ പരമേശ്വരൻ അവരുടെ കുടുംബ വീടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. ഈ പരമേശ്വരൻ സാറിൻ്റെ അച്ഛനായിരുന്നു ഹരിഹരൻ. അപ്പോൾ ഹരിഹരൻ പരമേശ്വരൻ ആണ്
എച്ച് പരമേശ്വരനാകുകയും ഭാവിയിൽ അദ്ദേഹം അമേരിക്കയിൽ പോയി ഒരുപാട് റിസർച്ച് നടത്തുകയും പല ഉപകരണങ്ങളും കണ്ടുപിടിക്കുകയും ചെയ്തപ്പോൾ അത് പിന്നെ പുറത്തു വന്നതെല്ലാം HP വാറൻ എന്ന പേരിലാണ്. എച്ച് പരമേശ്വരൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമായിട്ടാണ് HP വാറൻ. പരമേശ്വരൻ്റെ പിയും പരമേശ്വരൻ്റെ അവസാനത്തെ ഭാഗമായ WARN ചേർത്ത് എച്ച് പരമേശ്വരനെ HP വാറൻ ആയിട്ടാണ് ഇദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ഇത് ഈ പേര് ഇദ്ദേഹം ഈ പരമേശ്വരൻജി ഇദ്ദേഹം ഉപരിപഠനത്തിന് വേണ്ടി ബാംഗ്ലൂരിൽ പോവുകയും CV രാമനോടൊപ്പം വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ CV രാമൻ്റെ സ്റ്റുഡൻ്റ് ആയിരിക്കുകയോ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. കൃത്യമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അതിനുശേഷം അദ്ദേഹം അമേരിക്കയിൽ പോയി. അവിടെ വെച്ചിട്ടാണ് ഈ വാറൻസ് പമ്പ് എന്ന് പറയുന്നൊരു സാധനം കണ്ടുപിടിക്കുന്നത്. അതായത് ജലത്തിൻ്റെ ഈ നാച്ചുറലായിട്ടുള്ള പ്രഷർ ഉപയോഗിച്ച് പമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പമ്പ് ആണ് ഇദ്ദേഹം ഉണ്ടാക്കിയ ഒരുപാട് ഇൻവെൻഷൻസിൽ ഞാൻ വായിച്ചിട്ടുള്ളതും കൂടുതൽ കേട്ടിട്ടുള്ളതും ഈ വാറൻസ് പമ്പാണ്. HP വാറൻ കണ്ടുപിടിച്ച വാറൻസ് പമ്പാണ്. പിന്നെ എനിക്ക് നേർബോധ്യമുള്ളൊരു കാര്യം, ഈ അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിൽ നമ്മൾ പണ്ട് നമ്മൾ ഈ മിഷൻ ആശുപത്രിയിലേക്ക് നമ്മൾ പോകുമ്പോൾ പട്ടരുവിള ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഈ കോളേജിനോട് ചേർന്നുള്ളൊരു വഴിയിലായിരുന്നു. ഇപ്പം പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ഇങ്ങനെ ചുറ്റിയാണ് പോകുന്നത്, പുതിയ വഴി. പക്ഷേ ഞാൻ സംസാരിക്കുന്നത് 70കളുടെ 80കളുടെ ആദ്യം ഒരു സമയത്ത് നമ്മൾ കോളേജിനോട് ചേർന്നുള്ളൊരു വഴിയാണ് നേരെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ കോളേജ് നമ്മൾ ഹോസ്പിറ്റലിലെ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിട്ട് ഒരു ചെറിയ ചാപ്പൽ, ചെറിയൊരു പള്ളിയും പള്ളിയുടെ ഇപ്പുറത്തായിട്ട് ഒരു ചെറിയ വീടും ഉണ്ടായിരുന്നു. ആ വീട്ടിലായിരുന്നു അഞ്ചൽ സെൻറ് ജോൺസ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അച്ഛന്മാരും, ഫാദേഴ്സ് എല്ലാം അവിടെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഈ പിന്നെ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ ഈ പലപ്പോഴും പന്തോളി അച്ഛനെ കാണാൻ വേണ്ടി എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ച് ഞാനവിടെ പോകുമ്പോൾ അവിടെ ഞാനൊരു സൺ ഡയൽ പിന്നെ ഒരു പാറക്കഷ്ണമുണ്ട്. അതിനകത്ത് സൂര്യൻ്റെ നില അനുസരിച്ച് സമയം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സൺ ഡയൽ ഉണ്ടായിരുന്നു, ഒരു സൺ ക്ലോക്ക് ഉണ്ടായിരുന്നു. ഇത് എന്നെ പന്തോളി അച്ഛൻ എന്നെ കാണിച്ചു തന്നു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ഇത് ഞാൻ സംസാരിക്കുന്നത് 60കളുടെ അവസാനം 70കളുടെ ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അന്ന് ആ ഒരു പിന്നെ ഈ സൺ ഡയൽ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഇത് ഈ പരമേശ്വരൻജി കണ്ടുപിടിച്ചതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇദ്ദേഹം CV രാമൻ്റെ സമകാലീനാണ്. CV രാമൻ്റെ സ്റ്റുഡൻ്റാണോ അദ്ദേഹത്തിൻ്റെ കൊളീഗായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിശ്ചയമില്ല. എന്നാലും ഇദ്ദേഹം വളരെ ലോകപ്രസിദ്ധനായ ശാസ്ത്രജ്ഞനായിരുന്നു. പിന്നെ അദ്ദേഹം ഈ അച്ഛന്മാർ താമസിച്ചിരുന്ന ഒരു ചെറിയ വീട് ഈ HP വാറൻ്റെ കുടുംബ വീടായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് ഇത്രയും മാത്രമേ കൂടുതൽ എനിക്കറിയില്ല. എനിക്ക് ഇത്രയും മാത്രമേ അതിനെക്കുറിച്ചുള്ളൊരു അറിവുള്ളൂ. കൂടുതൽ ഉണ്ണിക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് പറയുന്നത് നന്നായിരുന്നു. അല്ല, HP വാറൻ അവരെ കുറിച്ച് സുരേഷ് സാർ പറഞ്ഞ അത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്കും അറിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു. കുറച്ച് കൂടി വിവരങ്ങൾ ശേഖരിക്കുവാനും അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ശേഖരിക്കുവാനും ഞാൻ ശ്രമിച്ചുവെങ്കിലും ആരും സഹായിക്കുവാൻ രംഗത്ത് വന്നിട്ടില്ല. അപ്പം മദ്രാസ് പ്രസിഡൻസി കോളേജിൻ്റെ അവിടെ ഒരു ക്ലോക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്ലോക്ക് HP വാറൻ നിർമ്മിച്ച് കോളേജിന് സംഭാവന ചെയ്തതാണെന്ന് ഒരു അറിവ് ഒരാൾ എനിക്ക് പകർന്നു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റിയിൽ, കേരള യൂണിവേഴ്സിറ്റി ആവുന്നതിന് മുമ്പിട്ട് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി ആയിരുന്നപ്പോൾ അദ്ദേഹം ഇവിടെ എന്തോ തസ്തികയിൽ ജോലി ചെയ്തിരുന്നുവെന്നും ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒന്നും കൃത്യമായ വിവരങ്ങൾ എനിക്ക് പകർന്നു തരാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മുടെ അഞ്ചലില് വളരെയധികം പ്രമുഖ വ്യക്തികൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ജന്മം കൊണ്ട നാടാണ്. അതിൽ നമ്മൾക്ക് 1-2 പേരുകൾ, അതായത് ഒന്നെന്ന് പറയുന്നത് P ഗോപാലൻ സാറാണ്. അഞ്ചലിലെ ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തെ കുറിച്ച് ഉണ്ണി സാർ ഒരു അല്പം ലഘുവായി സംസാരിച്ചാൽ കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ സുരേഷ് സാറിന്റെ തന്നെ അച്ഛനായ സുകുമാരപിള്ള സാർ, അഞ്ചൽ കോളേജിലെ പ്രൊഫസറും ഇന്നും BAയ്ക്കും MAയ്ക്കും പാഠ്യപദ്ധതിയിൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അത്രയും പ്രശസ്തമായ ഒരു വ്യക്തിത്വം. 2 വ്യക്തികളായിരുന്നു നമുക്ക്
അതായത് ഗോപാലൻ സാറും സുകുമാരപിള്ള സാറും. ഇതിനെക്കുറിച്ച് ഉണ്ണി സാറ് വളരെ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. പി ഗോപാലൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ അഞ്ചൽ നിവാസികൾ വളരെ വൈകാരിക മനോഭാവത്തോടെ ഓർക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അച്ഛൻ്റെ അധ്യാപകനായിരുന്നു അദ്ദേഹം എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇന്നത്തെ അഞ്ചലിനെ അഞ്ചലാക്കിയതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് പി ഗോപാലൻ സാർ. 1964 മലങ്കര സഭയ്ക്ക് ഒരു കോളേജ് അനുവദിച്ചപ്പോൾ കൊട്ടാരക്കരയ്ക്കടുത്തുള്ള ചിരട്ടക്കോണം എന്ന സ്ഥലത്ത് ആ കോളേജ് സ്ഥാപിക്കുവാനാണ് സഭ തീരുമാനിച്ചത്. എന്നാൽ ഗോപാലൻ സാറിൻ്റെയും അഞ്ചലിലെ വ്യാപാരിയായ ശങ്കരത്തിൽ മത്തായിച്ചായൻ്റെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി പന്തോളിലച്ഛൻ്റെ സഹായത്തോടെ അന്നത്തെ മുഖ്യമന്ത്രിയെ കാണുകയും വിദ്യാഭ്യാസ മന്ത്രിയെ കാണുകയും ഈ കോളേജ് അഞ്ചലിൽ സ്ഥാപിതമാകുവാൻ ഇടയാവുകയും ചെയ്തു. അഞ്ചലിൻ്റെ ഇന്നത്തെ അഭൂതപൂർവമായ എല്ലാ പുരോഗതിക്കും അടിസ്ഥാനമായത് പന്തോളിൽ അച്ഛൻ്റെയും ഗോപാലൻ സാറിൻ്റെയും ശങ്കരത്തിൽ മത്തായിച്ചായൻ്റെയും കൂട്ടായ ഈ പരിശ്രമമാണെന്ന് ഏതൊരു അഞ്ചൽ നിവാസികൾക്കും അഭിമാനത്തോടെ ഓർമ്മിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഈ കോളേജ് അഞ്ചലിൽ വന്നില്ലായിരുന്നുവെങ്കിൽ അതൊരു ചോദ്യചിഹ്നമാണ്. ആ കോളേജ് അഞ്ചൽ വന്നതുകൊണ്ടാണ് ഇന്ന് അഞ്ചലിൽ കാണുന്ന ഇത്രയും പുരോഗതി നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ഒരു സംഘടന നടത്തിയ സർവേയിൽ ഇന്ത്യയിൽ അനുനിമിഷം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാണ് അഞ്ചൽ. ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ അഞ്ചൽ കോളേജ് തന്നെയാണ്. ഗോപാലൻ സാർ അഞ്ചൽ ഈസ്റ്റ് സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു. ദീർഘനാൾ അഞ്ചൽ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. നിയമസഭാ അംഗമായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു കാലത്ത് അഞ്ചൽ കോളേജിന് തുല്യം നിന്ന PGT എന്ന സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പാളുമായിരുന്നു. അഞ്ചൽ ഈസ്റ്റ് സ്കൂളിൽ പഠിച്ചിരുന്നവരും പഠിപ്പിച്ചിരുന്നവരും ഇന്നും ഭയഭക്തി ബഹുമാനങ്ങളോടെ ഓർമ്മിക്കുന്ന ഒരു പേരാണ് പി ഗോപാലൻ സാറിൻ്റേത്. സാർ, ഇനിയും നമുക്ക് സുകുമാരപിള്ള സാറിനെ കുറിച്ച് കൂടി കുറച്ച് വ്യക്തമായി പറഞ്ഞാൽ വളരെ നല്ലതായിരുന്നു. സുകുമാരപിള്ള സാറ് എന്നെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഞാൻ അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ സുരേഷ് കുമാർ സാർ എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഡൽഹിയിൽ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഡോണർ എന്ന വകുപ്പിൽ ജോയിൻ്റ് സെക്രട്ടറി പദവിയിൽ നിന്ന് വിരമിച്ച വ്യക്തിയാണ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ വരെ പോയിട്ടുണ്ട്. സുകുമാരപിള്ള സാറിനെ കുറിച്ച് പറയുമ്പോൾ സുകുമാരപിള്ള സാർ അഞ്ചലിനടുത്തുള്ള ചടയമംഗലം എന്ന സ്ഥലത്തെ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. അവിടെ അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ അഞ്ചലിനടുത്തുള്ള കോട്ടുക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മതസമ്മേളനം നടക്കുകയുണ്ടായി. ഈ മതസമ്മേളനത്തിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ സംസാരിക്കാനായിട്ട് ക്ഷണിച്ചിരുന്നു. അക്കൂട്ടത്തിൽ അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിൻ്റെ ആദ്യ പ്രിൻസിപ്പലായിരുന്ന ഫിലിപ്പ് C. പന്തോളിൽ അച്ഛൻ, സുകുമാരപിള്ള സാർ, ഇങ്ങനെ ചില പ്രമുഖ വ്യക്തികൾ സംസാരിച്ചിരുന്നു. സുകുമാരപിള്ള സാറിൻ്റെ പ്രസംഗത്തിൽ ആകൃഷ്ടനായ പന്തോളിൽ അച്ഛൻ മടങ്ങി കോളേജിലെത്തിയ ശേഷം കോളേജിലെ ഒരു പ്യൂണിനെ ചടയമംഗലം MG സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. അവിടെ ക്ലാസ് എടുത്തു നിൽക്കുകയായിരുന്ന സുകുമാരപിള്ള സാറിനെ ഹെഡ് മാസ്റ്റർ വിളിപ്പിക്കുകയും പ്യൂണും സുകുമാരപിള്ള സാറും തമ്മിൽ സംസാരിച്ചതനുസരിച്ച് പന്തോളിലച്ഛന് അത്യാവശ്യമായിട്ട് സുകുമാരപിള്ള സാറിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. ഉച്ചയ്ക്ക് ശേഷം സ്കൂളിൽ ലീവ് എഴുതി കൊടുത്തതിന് ശേഷം സുകുമാരപിള്ള സാർ അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിലെത്തി. ചെന്ന പാടെ അച്ഛൻ്റെ ചോദ്യം സുകുമാരപിള്ളയ്ക്ക് കോളേജിൽ അധ്യാപകനാകാൻ
ആഗ്രഹമുണ്ടോ? സുകുമാരപിള്ള സാറിൻ്റെ വിനയപൂർവ്വമുള്ള മറുപടി, കിട്ടിയാൽ കൊള്ളാം. എങ്കിൽ അവിടെ ഒരു പ്രീ ഡിഗ്രി ക്ലാസ് ഒഴിഞ്ഞു കിടപ്പുണ്ട്, അവിടെ പോയി ഒരു ക്ലാസ് എടുക്കൂ എന്ന് പറഞ്ഞ് സുകുമാരപിള്ള സാറിനെ പ്രീ ഡിഗ്രി ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടുകയാണ്. സുകുമാരപിള്ള സാറിൻ്റെ ക്ലാസ് മറഞ്ഞു നിന്ന് കേട്ട പന്തോളിലച്ചൻ ക്ലാസ് കഴിഞ്ഞ് വന്ന ഉടൻ തന്നെ സുകുമാരപിള്ളയെ ഈ കോളേജിലെ അധ്യാപകനായിട്ട് ഞാൻ നിയമിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് സുകുമാരപിള്ള സാർ അഞ്ചലിൽ വരുന്നത്. പിന്നീട് സുകുമാരപിള്ള സാർ അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിലെ വിദ്യാർത്ഥികളെ കീഴടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അത്രമാത്രം മനോഹരമായ ക്ലാസ്സുകളാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും മറ്റു കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. എന്ന് മാത്രമല്ല, അന്ന് അഞ്ചലിലെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിയാണ് സുകുമാരപിള്ള സാർ. ഉമയല്ലൂർ ബാലകൃഷ്ണപിള്ള സാർ, സുകുമാരപിള്ള സാർ, സാം പനങ്കുന്നിൽ സാർ, ഇവർ 3 പേരും ഇല്ലാത്ത ഒരു വേദി അന്ന് അഞ്ചലിലോ അഞ്ചലിൻ്റെ പരിസര പ്രദേശങ്ങളിലോ ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ഉമയല്ലൂർ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ ഗ്രാമീണൻ എന്നൊരു മാസിക ഉണ്ടായിരുന്നു. ഈ മാസികയുടെ എഡിറ്ററായും സുകുമാരപിള്ള സാർ സൗജന്യ സേവനം ചെയ്തിരുന്നു. അപ്രകാരം വളരെ വിശിഷ്ടമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു സുകുമാരപിള്ള സാർ. എന്ന് മാത്രമല്ല, ഗവേഷണ വിദ്യാർത്ഥികൾ ഇന്നും അവലംബിക്കുന്ന 4-5 പുസ്തകങ്ങളുടെ രചയിതാവാണ് സുകുമാരപിള്ള സാർ. ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു കേട്ടിട്ടുള്ളത്, മദ്രാസിലെ ഒരു സർവകലാശാലയിൽ സുകുമാരപിള്ള സാറിൻ്റെ ഒരു പുസ്തകം പഠിക്കാനുണ്ടായിരുന്നു. അത് പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ സുകുമാരപിള്ള സാറിനെ കാണാനായിട്ട് അഞ്ചലിലെത്തി. മുണ്ടും ഷർട്ടും തോളത്തൊരു തോർത്തുമായി നടന്നു വരുന്ന സുകുമാരപിള്ള സാറിനെ ആരോ കാട്ടിക്കൊടുത്തപ്പോൾ വന്ന വ്യക്തി അന്തം വിട്ടുപോയത്രേ. ഇതാണോ സുകുമാരപിള്ള സാർ, ഈ മഹാപണ്ഡിതൻ ഇദ്ദേഹമാണോ എന്ന് അമ്പരന്ന് പോയത്രേ. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും സുകുമാരപിള്ള സാറിനെ കുറിച്ച് പറയേണ്ടതില്ല, എല്ലാം ആ വാക്കുകളിൽ ഉണ്ട്. അതായത് ഇത്തരുണത്തിൽ പറഞ്ഞ മറ്റൊരു വ്യക്തിത്വമാണ് പന്തോളിലച്ചൻ. അതായത് അഞ്ചൽ കോളേജിന്റെ ആദ്യ പ്രിൻസിപ്പളായിരുന്ന പന്തോളിലച്ചൻ. അപ്പോൾ സുരേഷ് സാറ് മുൻപ് പറഞ്ഞു, അതായത് അച്ഛന്റെ കൈപിടിച്ചവിടെ കോളേജിൽ പോകാറുണ്ടായിരുന്നു, പന്തോളിലച്ചനെ കാണാറുണ്ട്. അപ്പോൾ പന്തോളിലച്ചനെ കുറിച്ചും ഒരു 2 വാക്ക് സുരേഷ് സാറിന് പറഞ്ഞുകൂടെ? പന്തോളിനച്ഛനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകളാണ് മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരുന്നത്. അതിൽ ആദ്യമായി എൻ്റെ ഓർമ്മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അച്ഛനെ ഒന്ന് കൈ കിട്ടുന്നത് ഈ ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിലായിരുന്നു. ആ സമയത്ത് അച്ഛൻ പുസ്തകം വായനയായിട്ടും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതായിട്ടും പലപ്പോഴും അച്ഛൻ വീട്ടിൽ തന്നെ കാണാറുണ്ടായിരുന്നു. പക്ഷേ മിക്കവാറും ഒരു 10 മണി 11 മണിയാകുമ്പോഴത്തേക്ക് ഈ വർഗീസ് എന്ന് പേരുള്ള അഞ്ചൽ കോളേജിൽ ഒരു പിയു ഉണ്ടായിരുന്നു. ഇത് അദ്ദേഹം വരും, എന്നിട്ട് പറയും, പന്തോളിലച്ചൻ വിളിക്കുന്നു, പെട്ടെന്ന് വരാൻ പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ പെട്ടെന്ന് ഒരു ഷർട്ടൊക്കെ എടുത്തിട്ട് ഓടിപ്പോകുന്നതാണ്. പിന്നെ വരുന്നത് രാത്രി 10 മണിക്കോ 11 മണിക്കോ വരെ ആയിരിക്കും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ പറയൂ, ഇന്ന് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു, അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ അച്ഛൻ്റെ ഞങ്ങളുടെ സമയം അപഹരിക്കുന്ന ഒരാൾ എന്നുള്ളതാണ് ആദ്യം ഈ പന്തോളിയച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒന്നാമത്തെ ഒരു വികാരം. രണ്ടാമത്, ഈ ഞാൻ വല്ലപ്പോഴുമൊക്കെ ഈ അരമനയിൽ അച്ഛൻ്റെ കൈ പിടിച്ച് പോകുമായിരുന്നു. പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് കേക്ക് കഴിക്കുന്നത് ഞാൻ പന്തോളിയച്ഛൻ തരുമ്പോഴാണ്. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഓടിപ്പോയി പന്തോളിയച്ഛൻ്റെ മടിയിലിരിക്കും. പന്തോളിയച്ഛൻ ഉടനെ വർഗീസിനെ വിളിച്ച് പറയും, വർഗീസ് എന്തെങ്കിലുമൊക്കെ നല്ല മധുരപരിഹാരങ്ങളും, ഈ കേക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം, അപ്പോൾ എനിക്ക് കേക്ക് കൊണ്ടുതരും, ഞാൻ അത് കഴിക്കും. അങ്ങനെ കുറേ ഓർമ്മകളുണ്ട്. പിന്നെ എനിക്ക് പന്തോളിയച്ഛനെ കുറിച്ചുള്ള മറ്റൊരു ഓർമ്മ, ഈ ആദ്യമായിട്ട് ടേപ്പ് റെക്കോർഡർ കാണുന്നത് ഈ അരമനയിൽ വെച്ചാണ്. അതിനകത്ത് ഈ 2 സ്പൂളും അതിങ്ങനെ കറങ്ങുന്നതും അപ്പം മൈക്രോഫോണും ഒക്കെ വെച്ച് ഞാൻ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആദ്യമായിട്ട് ഒരു ടേപ്പ് റെക്കോർഡർ കാണുന്നതും എൻ്റെ ശബ്ദം അതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നതും അത് കേൾക്കാനൊക്കെ കഴിഞ്ഞതാണ് മറ്റൊരു പ്രധാനപ്പെട്ട എൻ്റെ ജീവിതത്തിലെ ഒരു നൂതനമായ ഒരു സാധനം നടന്നത് അതാണ്. ഇങ്ങനെ കുറേ നല്ല ഓർമ്മകളുള്ള അഞ്ചൽ സെൻറ് ജോൺസ് കോളേജ് ഇന്നത്തെ നിലയിൽ എത്തി നിർത്താൻ ഉള്ള ആധാരശിലകൾ നൽകിയ വ്യക്തി എന്നുള്ള നിലയിൽ
എന്ന് മാത്രമല്ല ഞങ്ങളുടെ കുടുംബവും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം ഉണ്ണി അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം ഈ കോട്ടുക്കൽ നടന്ന ഒരു മതസമ്മേളനത്തിൽ വെച്ചിട്ടാണ് അച്ഛൻ യഥാർത്ഥത്തിൽ പ്രിൻസിപ്പാൾ ഈ പന്തോളി അച്ഛനെ കാണുന്നതും വിളിച്ചുകൊണ്ട് അഞ്ചൽ കോളേജിൽ എത്തിക്കുന്നതൊക്കെ. ഇങ്ങനെ വളരെ സുന്ദരമായ കുറേ മുഹൂർത്തങ്ങളെക്കുറിച്ച് ഓർക്കാൻ ശ്രീ സൊരാബ്ജി എനിക്ക് ഒരു അവസരം തന്നതിൽ ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. സുരേഷ് സാറ് ഈ പന്തോളി അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്നോട് അഞ്ചലിലെ ലളിതാ പ്രസ് കുറുപ്പയ്യേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സുകുമാരപിള്ള സാറ് ഡോക്ടറേറ്റിനുള്ള തീസിസ് സമർപ്പിക്കാൻ പോകുമ്പോൾ പന്തോളി അച്ഛൻ്റെ ഫിയറ്റ് കാറിലാണ് അദ്ദേഹം പോയത് എന്നൊരു കാര്യം കൂടിയുണ്ട്. മറ്റൊന്ന്, പന്തോളി അച്ഛൻ്റെ കാലത്താണ് അഞ്ചലിലെ ഏറ്റവും കുപ്രസിദ്ധമായ പാലം, വട്ടമൺ പാലം തീവെപ്പ് നടക്കുന്നത്. 1969 അവസാനം 70 ആദ്യം. BBC വരെ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമായിരുന്നു വട്ടമൺ പാലത്തിൻ്റെ തീവെപ്പ്. ഇത് പന്തോളി അച്ഛൻ്റെ ഖ്യാതിക്ക് അല്പം മങ്ങലേൽപ്പിച്ചുവെങ്കിലും ഇന്നും പന്തോളി അച്ഛൻ്റെ പേര് സുവർണ ലിപികളിൽ തന്നെ അഞ്ചൽ സെൻറ് ജോൺസ് കോളേജുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ഒട്ടും വിമുഖത കാണിക്കേണ്ടതില്ല. അഞ്ചൽ കോളേജിനെ അന്നത്തെ കോളേജായിട്ട് മാറ്റുന്നതിൽ പന്തോളി അച്ഛൻ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ സുരേഷ് കുമാർ സാറും എന്നോടൊപ്പമുള്ള സുരേഷ് കുമാർ സാറും സൊറാബ്ജി സാറും എന്നോട് ചില കാര്യങ്ങൾ അഞ്ചലിനെ കുറിച്ച് പറയാൻ പറഞ്ഞു, അഞ്ചലിൻ്റെ വ്യക്തിത്വങ്ങളെ കുറിച്ച് പറയാൻ പറഞ്ഞു. ഞാനത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും അഞ്ചലിനും അഞ്ചലിൻ്റെ ചുറ്റുവട്ടത്തു നിന്ന് ഐലറയിൽ നിന്നും നമ്മുടെ രാജ്യ തലസ്ഥാനമായ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി ജോയിൻ്റ് സെക്രട്ടറി പദത്തിൽ നിന്ന് വിരമിച്ചവരാണ് രണ്ടുപേരും. അപ്പോൾ അഞ്ചലിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ദൂരത്തെക്കുറിച്ച് സുരേഷ് കുമാർ സാറും ഐലറയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ദൂരത്തെക്കുറിച്ച് സൊറാബ്ജി സാറും അല്പം വിവരം നൽകിയാൽ അത് ഉപകാരമായിരിക്കും. ഉണ്ണി അതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണ് ഉണ്ണി എന്നോട് ചോദിച്ചത്. കാരണം ഈ നമ്മൾ എന്ത് നേടി എന്ന് പറയുമ്പോൾ നമ്മുടെ അത് തികച്ചും വ്യക്തിപരമായ ചില അനുഭവങ്ങളാണ് ജീവിതത്തിലെ. അഞ്ചൽ കോളേജിൽ നിന്ന് ഞാൻ ഡിഗ്രി കഴിഞ്ഞു. തിരുവനന്തപുരം ആർട്സ് കോളേജിൽ നിന്ന് MA എക്കണോമിക്സ് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തിരുവനന്തപുരത്ത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് CDS ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ഒരു റീജിയണൽ റിസർച്ച് സെൻറ്റർ, അവിടെ ഒരു ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഒരു പ്രോജക്റ്റ് അസിസ്റ്റൻ്റായിട്ട് അന്ന് 600 രൂപയായിരുന്നു ശമ്പളം. 1987 ജോലി കിട്ടുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ ഈ ലോകത്തെക്കുറിച്ച് അറിയുന്നത്. അവിടെ ഈ പ്രധാനമായിട്ട് പഠിക്കുന്നത് ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇക്കണോമിക്സിൽ ഫസ്റ്റ് റാങ്ക് മേടിച്ച കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ ഈ അഞ്ചൽ എന്ന് പറയുന്ന ഇട്ടാവട്ടത്ത് കിടന്ന ഒരാൾ ഈ ലോകത്തിൻ്റെ ഭൂപടത്തിൽ നമുക്ക് സ്ഥാനമില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു സ്ഥാനമില്ല, നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെയുള്ളൊരു ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാകുന്നത് CDS വെച്ചിട്ടാണ്. അങ്ങനെയാണ് പിന്നെ ഞാൻ ഒരു UPSCക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് 1991 കൊമേഴ്സ് മിനിസ്ട്രിയുടെ കീഴിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൊമേഴ്സ്യൽ ഇൻ്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന സ്ഥാപനത്തിൽ UPSC വഴി നടന്ന നിയമനം അനുസരിച്ച് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഞാൻ ജോലി കിട്ടി. കൽക്കട്ടയിൽ പോയി ജോലി ചെയ്യുന്നു. ഒരു 12 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഡൽഹിക്ക് ട്രാൻസ്ഫറായി. അപ്പോൾ 2003 ഞാൻ ഡൽഹിയിൽ എത്തുന്നത്. പിന്നെ ഞാൻ 2023 വിരമിക്കുന്നത് വരെ ഡൽഹിയിലെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഫൈനാൻസ്, മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്, അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഇൻകം ടാക്സിൽ ഡയറക്ടർ അഡ്മിനിസ്ട്രേഷനായിട്ട് കുറച്ച് നാൾ, അഗ്രികൾച്ചർ മിനിസ്ട്രിയിൽ ഡയറക്ടറായിട്ട് കുറച്ച് നാൾ, പിന്നെ ഒരു പ്രൊമോഷൻ കിട്ടിയ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായിട്ട് 4 മാസത്തോളം ഹെൽത്ത് മിനിസ്ട്രിയിൽ, പിന്നെ ഒരു 1.5 വർഷത്തോളം ജോയിൻറ്റ് സെക്രട്ടറി പാർലമെൻറ്റ് അഫയേഴ്സ് ആൻഡ് അഡ്വൈസർ ടു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ള നിലയിൽ മിനിസ്ട്രി ഓഫ് ഡോണർ എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ദ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ആണ്. അത് മിനിസ്ട്രി ഓഫ് ഹോമിൻ്റെ കീഴിൽ വരുന്ന ഒരു മിനിസ്ട്രിയാണ്. അപ്പോൾ ഇവിടെ എല്ലാം വർക്ക് ചെയ്യാൻ കഴിഞ്ഞു.
അപ്പോൾ ഈ ഞാൻ അഗ്രികൾച്ചറൽ മിനിസ്റ്ററി ഡയറക്ടറായിട്ടിരിക്കുമ്പോഴാണ് ഞാൻ സ്വരാബ്ജിയെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഞാൻ അവിടെയും എനിക്ക് പാർലമെന്റ് കോർഡിനേഷൻ്റെ ജോലി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനും സ്വരാബ്ജിയെ പിന്നെ സ്ഥിരമായിട്ട് ഞങ്ങൾ സംസാരിക്കാനും കാണാനും ഒക്കെ തുടങ്ങിയത്. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ 32 വർഷത്തെ സർവീസിനിടയിൽ കിട്ടിയ ഒരു മഹാഭാഗ്യം എന്ന് ഞാൻ പറയുന്നത് 2 സ്കീംസിനകത്ത് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒന്ന്, ഈ ഇന്ത്യയിൽ നമ്മളിപ്പോൾ കാണുന്ന 10,000 ഫാമർ കോപ്പറേറ്റീവ്സ് ഉണ്ടാക്കാനുള്ള അതിൻ്റെ ഒരു സ്കീം, അത് ഡിസൈൻ ചെയ്യാനും അതിനെ ക്യാബിനറ്റിൽ അപ്രൂവ് ചെയ്തെടുക്കാനും ഒക്കെ കഴിഞ്ഞത് ആ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടായിരുന്നു. രണ്ടാമത്, നമ്മൾ വളരെയധികം പിന്നെ ഈ ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു സംഭവമാണ് കാർഷിക നിയമം. ഈ കാർഷിക നിയമം കൊണ്ടുവന്ന ആ ഒരു ഡിവിഷൻ്റെയും ചുമതല പിന്നെ എനിക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് കോർഡിനേറ്റ് ചെയ്യുകയും, പക്ഷേ അത് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ അത് പിന്നെ ഈ അവസാനം അത് വിഡ്രോ ചെയ്തു. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നെ എനിക്ക് എൻ്റെ സർവീസ് ലൈഫിൽ പിന്നെ ഓർക്കാൻ കഴിയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഞാൻ ഈ ക്ലാസ് 1 ഗ്രൂപ്പ് എ ഗസറ്റഡ് സർവീസിലുള്ള കേഡർ സർവീസുള്ള ഓഫീസർമാർക്ക് വേണ്ടി നമുക്ക് ലൈഫിൽ 2 പ്രാവശ്യം ഹയർ സ്റ്റഡീസിൽ പോകാം. ഒന്ന് എന്ന് പറയുന്ന ആദ്യത്തെ 2 വർഷത്തെ ഒരു MAയോ MBAയോ മറ്റോ ചെയ്യാൻ വേണ്ടിയുള്ള 2 വർഷം ഫുള്ളി ഗവൺമെൻറ് സ്പോൺസേഡ് വിത്ത് സാലറി നമുക്കൊരു സ്റ്റഡി ഓപ്പർച്യൂണിറ്റി കിട്ടും. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് PhDക്ക് വേണ്ടി നമുക്കൊരു 3 വർഷത്തെ ഒരു ലോസ് ഓഫ് പേ ലീവാണ്. പക്ഷേ അത് സർവീസ് ബ്രേക്ക് ഒന്നും ഉണ്ടാകത്തില്ല. നമുക്ക് വേണമെങ്കിൽ ലീവ് എടുത്ത് പോയി പഠിക്കാം. പക്ഷേ അതിനെ നമ്മൾ സർവീസിനെയോ നമ്മുടെ പ്രൊഫഷനോ ഒന്നും ബാധിക്കാത്ത ഒരു സംഭവമാണ്. ഇതിൽ ആദ്യത്തേത്, ഈ 2 വർഷത്തെ സ്റ്റഡീസിന് വേണ്ടി ഞാൻ ഡൽഹിയിലുള്ള ടെറി യൂണിവേഴ്സിറ്റിയിൽ MA ഇൻ പബ്ലിക് പോളിസി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കോഴ്സിൽ ജോയിൻ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഫോറിൻ കമ്പോണൻ്റ് എന്നുള്ള നിലയിൽ ഞങ്ങളെ 3 യൂണിവേഴ്സിറ്റികളിൽ, അമേരിക്കയിലുള്ള 3 യൂണിവേഴ്സിറ്റികളിൽ, അതായത് ടെക്സാസ് യൂണിവേഴ്സിറ്റി ലിങ്കൺ ബി സ്കൂൾ ഓഫ് പബ്ലിക് പോളിസിയിൽ വിട്ടിട്ട് അവിടെ ഒരു കോഴ്സ്, പിന്നെ ഈ IB ലീഗിൻ്റെ ഭാഗമായ യേൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ്, പിന്നെ ബോസ്റ്റണിലുള്ള ബ്രാൻഡൈസ് യൂണിവേഴ്സിറ്റി, അതായത് അമേരിക്കയിലുള്ള ഏക ജൂയിഷ് യൂണിവേഴ്സിറ്റിയാണ്, അവിടെ ഒരു കോഴ്സ്. ഇങ്ങനെ 3 കോഴ്സ് എനിക്ക് അവിടെ ചെയ്യാൻ കഴിയും. പിന്നെ അതിന് ശേഷം പിന്നെ UN-ലും വേൾഡ് ബാങ്കിലും ഒക്കെ ഞങ്ങളുടെ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു 42 ഡേയ്സ് നീണ്ടു നിന്ന ഒരു കോഴ്സ് എനിക്ക് അവിടെ ചെയ്യാൻ കഴിഞ്ഞു. അതാണ് ഒരു കാര്യം. അപ്പോൾ ഞാൻ എന്നിട്ട് തിരിച്ച് MA ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് സർവീസ് ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട്, ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു കമ്മിറ്റിയിൽ എന്നെ പറഞ്ഞു വിട്ടു. അത് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന കമ്മിറ്റിയിൽ ഈ നാച്ചുറൽ റിസോഴ്സസിനെ എങ്ങനെ അക്കൗണ്ട് ചെയ്യാം, ക്ലൈമറ്റ് ചേഞ്ചിനെ എങ്ങനെ തടയാം എന്നുള്ളത് നടത്തിയ സ്റ്റഡിയിൽ ഈ ലാൻഡ് അക്കൗണ്ടിങ് ആൻഡ് വാട്ടർ അക്കൗണ്ടിങ്, ഈ 2 കാര്യങ്ങളുടെ കമ്മിറ്റി, എക്സ്പെർട്ട് ഗ്രൂപ്പ് കമ്മിറ്റിയിലെ ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവായിട്ട് 2 വർഷം വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഒരുപാട് രാജ്യങ്ങളിൽ യുണൈറ്റഡ് നേഷൻസ് നമ്മളെ കൊണ്ടുപോവുകയും അവിടുത്തെ നടത്തിയ സ്റ്റഡികളിൽ അതിൻ്റെ ഭാഗമാകാനും കഴിഞ്ഞു. അതും എനിക്ക് വളരെ ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കരുതുന്നു. മൊത്തത്തിൽ ഒരു 32 വർഷത്തെ വളരെ സുഖകരമായ സർവീസിന് ശേഷം ഞാൻ 2 വർഷത്തിന് മുമ്പ് റിട്ടയർ ചെയ്തു. ഇതിനിടെ എനിക്ക് പിന്നെ ഈ സ്വരാബ്ജിയായിട്ടുള്ളൊരു സ്ഥിരം ഇൻട്രാക്ഷൻ, ഞാൻ എസ്പെഷ്യലി അഗ്രികൾച്ചർ മിനിസ്ട്രിയിലും ഡോണർ മിനിസ്ട്രിയിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് സ്വരാബ്ജിയെ മിക്കവാറും വീക്കിലി ഒരു പ്രാവശ്യങ്ങളൊക്കെ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം പാർലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെടാനും ഒക്കെ കഴിഞ്ഞു. അതും എനിക്ക് എൻ്റെ ഒരു അച്ചീവ്മെൻ്റായിട്ട് ഞാൻ കരുതുന്നു. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ സ്വരാബ്ജിക്കും പറയാൻ കാണും എന്ന് എനിക്കറിയാം. ഞാൻ അതിന് സ്വരാബ്ജിയോട് റിക്വസ്റ്റ് ചെയ്യാണ്, താങ്കളും താങ്കളുടെ പിന്നെ എക്സ്പീരിയൻസ് പങ്കുവയ്ക്കണം. കാരണം നമ്മളുടെ ഈ ഒരു യാത്ര, നമ്മുടെ ഒരു യാത്ര, ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും, ചെറുപ്പക്കാർക്ക് ഒരു മോട്ടിവേഷൻ ആകട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് പിന്നെ ഞാനിത് പറയുന്നത്. സ്വരാബ്ജിയുടെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം. സുരേഷ് സാറ് വളരെ വിശദമായി തന്നെ സുരേഷ് സാറിന്റെ ഒരു ജീവിത യാത്ര നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഇപ്പൊ ഉണ്ണി സാറ് പറയേണ്ടത് നമ്മൾ ഐലറയിൽ നിന്ന് ഡൽഹി വരെയുള്ള യാത്ര എന്നുള്ളതാണ്. അത് വളരെ
കഠിനമായ ഒരു യാത്രയായിരുന്നു. ഇന്നത്തെ പോലെ ആധുനികത ഒന്നും ഇല്ലാത്ത ഒരു ലോകത്തിൽ നിന്നുമാണ് അന്ന് നമ്മൾ യാത്ര തുടങ്ങുന്നത്. ഐലറ എന്ന് പറയുന്ന ബസ് പോലും ഇല്ലാത്ത, ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്ത ഒരു കുഗ്രാമം. അവിടെയാണ് അവിടുന്ന് ആണ് അവിടുത്തെ LPSൽ പഠിച്ചു, അവിടുത്തെ UPSൽ പഠിച്ചു, തൊട്ടടുത്ത ഗ്രാമമായ ഏരൂരിലുള്ള ഹൈസ്കൂളിൽ പഠിച്ചു. പിന്നെ അടുത്തത് അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ്. സെന്റ് ജോൺസ് കോളേജ് ആണ് വന്നപ്പോഴാണ് കുറച്ചൊക്കെ നമ്മൾക്ക് എന്താ പറയാൻ കഴിയുക, ഒരു ഒരു ലോക വീക്ഷണമുള്ള ഒരു വിദ്യാഭ്യാസം ലഭിക്കുന്നത് അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിൽ നിന്നാണ്. അവിടുത്തെ പ്രൊഫസേഴ്സും ടീച്ചേഴ്സും അവര് ഒരുപക്ഷെ കേരളത്തിന്റെ പലവിധ പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരും, അത് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ പല പല സ്ഥലങ്ങളിൽ പഠിച്ചിട്ടുള്ളവർ, അവരുടെ അവർ തന്ന വിദ്യാഭ്യാസം വളരെ ഉപകരിക്കപ്പെട്ടു. അത് ഒരുപക്ഷെ നമ്മൾക്ക് മുന്നോട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് തന്നു. ആ ഒരു ബേസിക് എഡ്യൂക്കേഷൻ അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ അന്ന് വരെയും ഒരു സാമാന്യ വിദ്യാർത്ഥിയായിരുന്ന ഞാൻ അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിൽ 4th റാങ്ക് ഓഫ് ദി യൂണിവേഴ്സിറ്റി ആയിരുന്നു അന്ന് എനിക്ക് കിട്ടിയത്. അത് വലിയൊരു ഒരു നേട്ടമാണ്. അത് അവിടുത്തെ കോളേജ് ടീച്ചേഴ്സിന്റെ അവര് എനിക്ക് തന്ന ഒരു അനുഗ്രഹമാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് MAക്ക് പോകാനായിട്ട് പൈസ ഒന്നും കൂടുതൽ കൈവശമില്ല. അപ്പോഴ് തന്നെ 4th റാങ്ക് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരു ഫെലോഷിപ്പ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഫെലോഷിപ്പ് കിട്ടി. അന്ന് എനിക്ക് തോന്നിക്കുന്ന മാസം 300 രൂപ മറ്റോ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ 300 രൂപ മതിയായിരുന്നു അവിടെ ഹോസ്റ്റൽ ഫീ കൊടുക്കാനായിട്ട്. അങ്ങനെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ, കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ചേർന്നു. അവിടെ നിന്നും വീണ്ടും MAക്ക് എനിക്ക് 2ാം റാങ്ക് കിട്ടി, യൂണിവേഴ്സിറ്റിയുടെ 2ാം റാങ്ക് കിട്ടി. അത് തുടർന്ന് പിന്നീട് അപ്പോഴും തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ ഒരു ഫെലോഷിപ്പ് കിട്ടി, UGC JRF എന്ന ഫെലോഷിപ്പ്. അത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഫെലോഷിപ്പ് ആയിരുന്നു. അതിന് നല്ല പൈസയും കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിനിടയ്ക്ക് തന്നെ ജോലി വേണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് MA ഏകദേശം റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം 1988 തോന്നുന്നു ഹൈക്കോടതിയിൽ ജോയിൻ ചെയ്തു. ഹൈക്കോടതിയിൽ 2 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ തന്നെ കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഗോകുമാർ സാറ് ഉൾപ്പെടെയുള്ള പ്രൊഫസർ രാമപിള്ള ഉണ്ടായിരുന്നു. ഇവരൊക്കെ എന്നോട് പറഞ്ഞു, നാട്ടിൽ ആർക്കും UGC ഫെലോഷിപ്പ് കിട്ടാറില്ല, അതുകൊണ്ട് അത് കഴിവതും അത് ഉപയോഗിക്കുക. അങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് ജോലി രാജിവെച്ച് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ MPhil PhDക്ക് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. അവിടെയും അപ്പോഴേ ഈ ഫെലോഷിപ്പാണ് അവിടെയും നമുക്ക് സപ്പോർട്ടായിട്ട്. ഫെലോഷിപ്പ് നല്ല പൈസ കിട്ടുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നും UGC ഫെലോഷിപ്പിന് നല്ല പൈസ കിട്ടുന്നുണ്ട്, അന്നും പൈസ കിട്ടുമായിരുന്നു. അത് നമുക്ക് ജീവിക്കാനുള്ളതിൽ കൂടുതൽ പൈസ അന്ന് കിട്ടുമായിരുന്നു. ഇതിന്റെ എല്ലാം പ്രധാന ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമീണ ജീവിതത്തിൽ നമ്മൾക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അഞ്ചൽ കോളേജ് നമ്മളെ അതിനുവേണ്ടി വാർത്തെടുത്തു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിന്നീട് പാർലമെന്റിൽ ജോലി കിട്ടി. അത് വലിയൊരു കാര്യമാണ്. പാർലമെന്റിലെ ജോലിയിൽ ഒരുപാട് ഭാരതത്തിൽ നിന്നുള്ള വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ നിന്നുള്ള MPമാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ഭാരതം എന്താണെന്ന് അറിയാനുള്ള ഒരു വലിയ ഒരു ഉദ്യമമായിരുന്നു അവിടെ ആ അനുഭവത്തിലൂടെ കിട്ടിയത്. അപ്പോഴ് ഐലറക്കാരനായ ഒരു ജനിച്ച ഒരു വ്യക്തിക്ക് ഇത്രയും വലിയ ഒരു നേട്ടം നേടാൻ കഴിയുമെന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ രാജ്യം നമ്മുടെ ഒരു സിറ്റിസനോട്, ഒരു പൗരനോട് കാട്ടുന്ന ഔദാര്യമാണ്. അതായത് മുഴുവൻ എല്ലാം നമ്മൾ ഗവൺമെന്റ് സ്കൂളുകളും ഗവൺമെന്റ് സംവിധാനങ്ങളും നമ്മൾക്ക് ഹെൽപ്പായിട്ട് ഫെലോഷിപ്പ് പോലും തന്നെ നമ്മളെ അവിടെ വരെ എത്തിക്കുകയാണ് ചെയ്തത്. അത് വലിയ ഒരു നേട്ടമാണ്. അപ്പോൾ സുരേഷ് സാർ പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്ന് പാർലമെന്റിന്റെ ബ്രിട്ടീഷ് പാർലമെന്റിൽ അറ്റാച്ച്മെന്റ് ഉണ്ട് ഞങ്ങൾക്ക്. പാർലമെന്ററി പ്രൊസീജിയേഴ്സ് പഠിക്കാനായിട്ടുള്ള അതിൽ ഒരു 15-16 ദിവസം അവിടെ പാർലമെന്റിൽ അറ്റാച്ച് ചെയ്തു. പിന്നെ അമേരിക്കൻ കോൺഗ്രസ്, അതുപോലെ തന്നെ പിന്നെ റഷ്യയില് മോസ്കോ, സെന്റ് പീറ്റേഴ്സ്ബർഗ്, പിന്നെ സൗത്ത് അമേരിക്കയില് ചിലി, അതുപോലുള്ള തന്നെ മറ്റ് പരാഗ്വേ, ഉരുഗ്വേ, ഇവിടെ എല്ലാം സ്പീക്കർമാരോടോ ഓണറബിൾ സ്പീക്കർ ഓഫ് ലോക്സഭ അവരോടൊക്കെ പോകാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ എന്താ പറയാ, അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് നമ്മൾക്ക് നമ്മളെ മോൾഡ് ചെയ്ത് അതിനുവേണ്ടി നമ്മളെ ലോകത്തേക്ക് പറഞ്ഞു വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അത് വളരെ ഒരു അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമാണ്. സുരേഷ് സാർ ഇപ്പം പറഞ്ഞല്ലോ, ഈ നാട്ടിലുള്ള നമ്മുടെ അഞ്ചൽ പ്രദേശത്തുള്ള ഏതൊരു വ്യക്തിക്കും ആഗ്രഹിക്കാം, നിങ്ങൾ വർക്ക് ചെയ്യൂ, നിങ്ങൾ അക്ഷീണം പരിശ്രമിക്കൂ, നിങ്ങൾക്കും നമ്മുടെ രാജ്യത്തെ ഉന്നത സ്ഥാനങ്ങളിൽ എത്താം. അത് നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾക്ക് അതിന് സപ്പോർട്ട് ചെയ്യും. എനിക്ക് ഇത്ര മാത്രമാണ് പറയാനുള്ളത്. പിന്നെ ഉണ്ണി സാറിന് മറ്റെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉണ്ണി സാർ പറഞ്ഞോളൂ.
നന്ദി സുരേഷ് സാർ, സൊറാബ്ജി സാർ. ശരി. നമ്മൾ യാദൃച്ഛികമായിട്ട് അഞ്ചലിൽ വെച്ച് കണ്ടുമുട്ടി ഇത്രയും സമയം അഞ്ചലിനെ കുറിച്ചും അഞ്ചലിലെ പ്രമുഖ വ്യക്തികളെക്കുറിച്ചും വളരെ ചുരുക്കി സംസാരിക്കുവാൻ സാധിച്ചു. അതോടൊപ്പം നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൻ്റെ പശ്ചാത്തലവും മനസ്സിലാക്കാൻ കഴിഞ്ഞു. വളരെ നന്ദി, നമസ്കാരം. ശരി ഉണ്ണി സാർ, താങ്ക് യു. ഇതിന് നന്ദി പറയേണ്ടത് ഉണ്ണിയോടാണ്. കാരണം ഉണ്ണിയാണ് ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് കാണിച്ചത്. ഞാൻ ഉണ്ണിയോടും എൻ്റെ സുഹൃത്ത് സൊറാബ്ജിയോടും കടപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഇനിയും കാണാം. ഇതുപോലുള്ള കൂടുതൽ സുഹൃത്തുക്കളെയും ആയിട്ട് നമുക്ക് കൂടുതൽ ഇൻറ്ററാക്ഷൻസ് ഇനിയും ഭാവിയിൽ നടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അനുവിനയുടെ എല്ലാ പ്രേക്ഷകരും ഇത് എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.